കേരളത്തിലെ ജനങ്ങൾ ബുധനാഴ്ചകൾ ഒരു പ്രത്യേക സമയത്തിന് വേണ്ടി കാത്തിരിക്കും. കാരണം വി.ഡി. സതീശൻ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു സമയമാണ്. പത്രസമ്മേളനത്തിന് വേണ്ടിയിട്ട് ഇത്തവണയും മാധ്യമങ്ങൾ കുറെ ചോദ്യങ്ങളുമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണയും ഓരോ തവണയും വി.ഡി. സതീശനെതിരെ എന്തെങ്കിലും ഓരോ ആരോപണവുമായിട്ട് വരാറുണ്ട്. ഇത്തവണ കുറച്ചുകൂടി ഗൗരവമുള്ള സംഭവമായിരുന്നു. കാരണം വി.ഡി. സതീശൻ എന്ന പേഴ്സണലായിട്ട് വ്യക്തിഗതമായിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. കാരണം തൂഫാൻ കേസിൽ തൂഫാന്റെ ഭാഗമായി അറസ്റ്റിലായ ഒരു വ്യക്തി, അതായത് മുഹമ്മദ് ഹുസൈൻ എന്നെങ്ങാണ്ട് പറഞ്ഞു, ആ വ്യക്തിക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റിലായ വ്യക്തി വി.ഡി. സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആയിരുന്നു. വി.ഡി. സതീശനായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. അത് മാത്രമല്ല, വി.ഡി. സതീശന്റെ ഓഫീസ് ലഹരി മാഫിയ എന്നുള്ള രീതിയിലൊക്കെ അതായത് മാധ്യമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ദേശാഭിമാനി വാർത്ത കൊടുക്കുകയൊക്കെ ചെയ്തു. എന്തായാലും വി.ഡി. സതീശനാണ് ഇവരെ സംരക്ഷിക്കുന്നത്, അങ്ങനെയുള്ള ഒരു രീതി അത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനുള്ള മറുപടി ഇത് വി.ഡി. സതീശനോട് തന്നെ നേരിട്ട് ചോദിക്കും. അതിനുള്ള മറുപടി എന്താണ് പറയുന്നത് എന്ന് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ജനങ്ങളൊക്കെ, അതായത് വാർത്താ താല്പര്യമുള്ള ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇന്നും വി.ഡി. സതീശൻ മറുപടി പറഞ്ഞിരിക്കുന്നു. വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ വി.ഡി. സതീശന് ഇത്തവണയും മാധ്യമങ്ങൾക്ക് തിരിച്ചടി കൊടുത്തതായിട്ട് തോന്നുന്നില്ലേ? തീർച്ചയായും അറിയാമായിരുന്നു വി.ഡി. സതീശൻ വരുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വരുമ്പോൾ മാധ്യമ പ്രവർത്തകരുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള മറുപടി തന്നെ പറയുമെന്ന്. അദ്ദേഹം മുഖ്യമന്ത്രി അതിനുശേഷം എല്ലാ വിഷയങ്ങളിലും പെട്ടെന്നൊന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കൺവിൻസിംഗ് ആയി തന്നെയാണ് മറുപടി പറയാറ്. ഇപ്പൊ ഹുസൈനുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഇത് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെട്ടാൽ അത് യു.ഡി.എഫിനും സർക്കാരിനും അനുകൂലമായിട്ടാണ്. കാര്യം ഇവര് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള യൂത്ത് കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെയും യു.ഡി.എഫിന്റെയും സർക്കാരിന്റെയും കഴിവ് തന്നെയാണ്. രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി മുന്നോട്ട് വെച്ചത്. ചെന്നിത്തല തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, രാഷ്ട്രീയമൊന്നും അവിടെ ഇല്ല, അതിൽ രാഷ്ട്രീയം ഞാൻ കലർത്തിയിട്ടില്ല. കോൺഗ്രസ്സുകാരൻ ചെയ്താലും യൂത്ത് കോൺഗ്രസ്സുകാരനായാലും KSUക്കാരനായാലും SFIക്കാരനായാലും DYFIക്കാരനായാലും BJPക്കാരനായാലും ഒരുപോലെ തന്നെ ആയിരിക്കും. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെയുള്ള ആളായാലും പോലും അതാണ് പറഞ്ഞത്, എന്റെ കൂടെയുള്ള ആളായാൽ പോലും തെറ്റ് ചെയ്താൽ പിടിക്കും. ഇതിന്റെ അകത്തേക്ക് ഞാൻ രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് പ്രതിപക്ഷ നേതാവും ദയവ് ചെയ്ത് ഇതിന്റെ അകത്ത് രാഷ്ട്രീയം കലർത്തരുത് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് വെറുതെ രമേശ് ചെന്നിത്തല പറയുന്നതല്ല, ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം പിണറായി വിജയൻ ആയിരുന്നല്ലോ മുഖ്യമന്ത്രി. ആ സമയത്ത് അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആരെങ്കിലും അറസ്റ്റിലായാൽ അവരെ രക്ഷപ്പെടുത്താൻ അവർ തയ്യാറാകുമായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ അവർക്കൊരു ചിന്ത വന്നത്, ഇത് മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. തയ്യാറാകുമായിരുന്നു. നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ്, ഒരു MLA മകനെ ഒരു കേസിൽ പിടിക്കുമ്പോൾ എന്തായിരുന്നു CPM-ന്റെ സൈബർ ഹാൻഡിലുകളിൽ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ CPM-ന്റെ പ്രവർത്തകരൊക്കെ പറഞ്ഞു നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ UDF നിലപാടെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് എന്താണ് പറഞ്ഞത്? എനിക്കറിയാം, അദ്ദേഹം നവകേരള സദസ്സിന്റെ സമയത്ത് അദ്ദേഹത്തിന് പെരുമ്പാവൂർ വെച്ച് മർദ്ദനമുണ്ടായി, വലിയ രീതിയിലുള്ള മർദ്ദനമുണ്ടായി. അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു, അന്ന് ഇതുപോലെ മർദ്ദനമേറ്റ് എല്ലാവരും നമ്മൾ വിളിച്ച് സംസാരിക്കും. അങ്ങനെ ഉണ്ടായ ഒരു പരിചയമാണ്, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാകുന്നത്. പിന്നീട് ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിൽ പോയി കണ്ടു. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു. പരിപാടി അവിടെ പോയി, ബംഗാളിൽ എങ്ങാണ്ട് ഒരു പരിപാടി നടന്നപ്പോ അവിടെ പോയപ്പോൾ MLA-മാരും അവരൊക്കെ പറഞ്ഞപ്പോ അങ്ങോട്ട് പോയി കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പോലും എന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്ന പദവിയിൽ ഒരാളുണ്ടായിരുന്നില്ല. ഇപ്പോഴും അതില്ല. പിന്നെ ആളുകൾ പോസ്റ്റ് ഇടുന്നതും അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇടുന്നതൊന്നും എന്നോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ അനുഭവത്തോടു കൂടിയോ അല്ല എന്ന് പറയുന്നുണ്ട്. അത് മുഖ്യമന്ത്രി ഇതിന്റെ അകത്ത് മറ്റൊരു കാര്യം ചിന്തിക്കണം. അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുകയാണ് എങ്കിൽ പ്രതിപക്ഷം പറയുന്നതിന്റെ അകത്തൊരു ന്യായമുണ്ട്. അറസ്റ്റ് ചിലപ്പോൾ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നുണ്ട്, ആദ്യം ശുദ്ധി വരുത്തേണ്ടത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണെന്നാണ്. പിന്നെ ആരെയും നമുക്ക് ചൂന്നു നോക്കാനൊന്നും കഴിയില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉള്ളവരായാലും പ്രതിപക്ഷ നേതാവിനൊപ്പമുള്ളവരായ ഇതിന്റെ ആരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടെന്നൊന്നും ഇവർക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ പിടിക്കുകയാണെങ്കിൽ എന്റെ കൂടെയുള്ള ആളാണെങ്കിൽ പോലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നിടത്താണ് കൈയടിക്കേണ്ടത്. കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇത്തരം ചെറിയ ചെറിയ വിവാദങ്ങളിലൊന്നും ഓപ്പറേഷൻ തൂഫാനെ അല്ലെങ്കിൽ തല്ലിക്കെടുത്താൻ കഴിയില്ല. അതിന്റെ വിജയം തല്ലിക്കെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. കേരള പോലീസിനോട് ഒരു ബഹുമാനമൊക്കെ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹമൊക്കെ ഇപ്പൊ തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമുള്ളത് ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് തന്നെയാണ്. ഇതിന്റെ ഇടയ്ക്ക് വന്നൊരു വാർത്തയായിരുന്നു, ഈ മുഹമ്മദ് ഹുസൈനെയും സംഘത്തെയും പിടിച്ചതിന് ഇതിനെതിരെ, അതായത് പിടിച്ചതിനെതിരെ തൂഫാന്റെ ചാർജ് ഉണ്ടായിരുന്ന പുട്ട വിമലാദിത്യയെ മാറ്റി
പകരം മറ്റൊരാൾക്ക് ചാർജ് കൊടുത്തു എന്ന് പറയുന്നത്. അതും രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിട്ട് ഒരു മാസത്തേക്ക് അദ്ദേഹത്തെ ഒരു പേഴ്സണൽ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തേക്ക് ലീവിന് പോയതാണ്. ഒരു മാസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ തന്നെ ചുമതല ഏൽപ്പിക്കുമെന്ന് പറയുന്നു. അത് കേരളത്തിലുള്ള ആളല്ല, അവർ പുറത്ത് ആന്ധ്രയിലെങ്ങാണ്ടുള്ളവരാണ്. അവരുടെ വീട്ടിൽ എന്തോ ഒരു ആവശ്യം വന്നപ്പോ പോയത്. ഇതിന് ഈ ലീവ് 1.5 ആഴ്ച മുമ്പേ സാങ്ഷൻ ആയതാണെന്ന് പറഞ്ഞു. ഈ സംഭവം ഉണ്ടായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ, അതിനു മുമ്പുണ്ടായ സംഭവമാണ്. അത് കൂടി ഏതിലാണ് കൂട്ടിച്ചേർക്കുന്നത്? ഈ ഇന്നത്തെ കാര്യങ്ങളും കൊണ്ടാണ്, അതായത് ഈ MDMA പിടിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ VD സതീശന്റെ ഓഫീസിലുള്ള ആള് പിടിച്ചത് കൊണ്ടാണ് ഇവരെ ഇതിൽ നിന്ന് എന്താണ് നേതൃത്വത്തിൽ നിന്ന് മാറ്റിയത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷം ചിന്തിക്കുന്നത് അവര് ഭരിച്ചിരുന്ന അതേ ശൈലിയിലാണ് ഈ കോൺഗ്രസും UDF ഒക്കെ മുന്നോട്ട് പോകുന്നതെന്നാണ്. ഇപ്പോ തിരിച്ചു മറുവശത്ത് CPM അല്ലെങ്കിൽ LDF അധികാരത്തിലിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു അറസ്റ്റ് ഉണ്ടായതെങ്കിൽ അറസ്റ്റ് ചെയ്ത ആളെ ഒന്നെങ്കിൽ ഒരു സ്ഥലം മാറ്റും, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കും. അതേ രീതിയാണ് ചെന്നിത്തല ചെയ്തത് എന്നൊരു തെറ്റായ ധാരണയാണ്. ചെന്നിത്തല അത് വ്യക്തമാക്കിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ആളിനെ തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ തൂഫാന്റെ ചുമതല നൽകുന്നില്ലെങ്കിൽ നമുക്കൊന്ന് സംശയിക്കണം. ഇപ്പം വ്യക്തമായി തന്നെ രമേശ് ചെന്നിത്തല കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് കാര്യം എന്ന്. പിന്നെ പറയുന്ന ഒരു ആരോപണം മെറ്റയ്ക്ക് കത്ത് നൽകി, മെറ്റയ്ക്ക് മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ മെറ്റയോട് പറഞ്ഞു കണ്ടന്റുകൾ റിമൂവ് ചെയ്യാൻ. അതിന് മുഖ്യമന്ത്രി ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നെഗറ്റീവായി വരുന്ന കണ്ടന്റുകൾ മാത്രമല്ല, എനിക്ക് പോസിറ്റീവായി വന്നിരുന്ന കണ്ടന്റുകൾ, അല്ലെങ്കിൽ എന്നെ പ്രശംസിച്ചുകൊണ്ട് പല ആളുകൾ പറഞ്ഞിരുന്ന കണ്ടന്റുകളും പോയിട്ടുണ്ട്. പരാതി ഞങ്ങൾ കൊടുക്കും, നിങ്ങൾ മാധ്യമ പ്രവർത്തകരും പരാതി നൽകണം, സർക്കാർ നിങ്ങൾക്കൊപ്പമാണ്. ഞാൻ മെറ്റയ്ക്കൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ മെറ്റയ്ക്ക് കൊടുത്ത റിക്വസ്റ്റ് പോലും 2 ആഴ്ച കഴിഞ്ഞിട്ടും 2.5 മാസമായിട്ടും അതിന് തീരുമാനമാക്കിയിട്ടില്ല. അതായത് ഈ CMO ചീഫ് മിനിസ്റ്റർ ഓഫീസ് എന്നുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് മാറ്റിത്തരണം. കാരണം അത് കൈകാര്യം ചെയ്യാനുള്ള ഇത് വേണ്ടിയിട്ട് ഒരു ലെറ്റർ അയച്ചിട്ട് അതുപോലും ഇത്രയും കാലമായിട്ട് മറ്റേ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് പകരമാണ് ഇന്നലെ വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഇന്നലെ റിമൂവ് ചെയ്തു. എനിക്ക് അതിന് മാത്രമുള്ള കഴിവൊക്കെ ഉണ്ടോന്ന് അങ്ങനെയാണ് ചോദിച്ചത്. ഞാൻ അത്രയ്ക്ക് വലിയ ആളാണെന്നൊക്കെ ചോദിച്ചിട്ടാണ് അതൊരുമാതിരി ആളെ. പക്ഷേ മുഖ്യമന്ത്രി തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, മാധ്യമ പ്രവർത്തകർ എല്ലാവരും പരാതി നൽകണം മെറ്റയ്ക്ക്. അപ്പോൾ ഞങ്ങൾ സർക്കാർ തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ മെറ്റയ്ക്ക് ഇപ്പൊ VD സതീശൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് മെറ്റെന്നെല്ലാം റിമൂവ് ചെയ്യിച്ചതെങ്കിൽ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. മാധ്യമ പ്രവർത്തകർ സർക്കാരും പരാതി നൽകാൻ തയ്യാറാണെന്നൊന്നും. ഇപ്പൊ വിവാദങ്ങളുടെ ഒക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കയറി പിടിക്കണമെന്ന് മാത്രമേ ഇപ്പൊ പ്രതിപക്ഷം ചിന്തിക്കുന്നുള്ളൂ. മറുവശത്ത് മുഹമ്മദ് ഹുസൈന്റെ കാര്യം പറയുമ്പോൾ അവിടെയും സർക്കാരിനും ഓപ്പറേഷൻ തൂഫാനും തന്നെയാണ് കൈയടി കിട്ടുക. കാര്യം കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രിയുമായി ഇവർ പറയുന്നത് പോലെ, പ്രതിപക്ഷം പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തെ പിടിക്കാനുള്ള ആർജവം കേരള പോലീസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സർക്കാർ അല്ലേ ജനങ്ങൾക്ക് വേണ്ടത്? അവിടെ രാഷ്ട്രീയമില്ല. ആദ്യം ഈ ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് വെക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു കാര്യം എന്താണ്? രാഷ്ട്രീയം നോക്കില്ല എന്നാണ്. അത് തന്നെയല്ലേ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴല്ലേ യഥാർത്ഥത്തിൽ കേരളം കൈയടിക്കേണ്ടത് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പിന് മുന്നിൽ? അത് ശരിയാണ്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും ഇവർ ഓരോരോ വാർത്തകൾ വീണ്ടും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞല്ലോ. അതായത് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഒരു വാർത്ത, എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ, എന്തെങ്കിലും തട്ടിക്കൂട്ട് സംഭവങ്ങൾ VD സതീശനെതിരെ ആരോപണമായിട്ട് വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒന്ന് ഇപ്പൊ ഇത്രയും കാലമായിട്ട് വിജയിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഇതിന് ശേഷം എത്ര വാർത്തകൾ വന്നു? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രി നല്ല കൺവിൻസിങ് സ്റ്റാർ ആണ്. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് അറിയാം ഒരാഴ്ച കൊണ്ട് ഈ ഒരു വിഷയം വരും, ഇതിൽ എന്ത് മറുപടി പറയണമെന്ന്. ഇവരെ 6 ദിവസം കത്തിച്ചു വിട്ടാലും 7-ാം ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. അതോടുകൂടി മറ്റൊരു കാര്യം കൂടിയുണ്ട്, മറ്റു പ്രധാനമായ 2 കാര്യങ്ങളുണ്ട്. ഇതുവരെയും ശക്തമായി കത്തിക്കാൻ കഴിയുന്ന ഒരു വിഷയവും UDF സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. 2, ഏതെങ്കിലുമൊക്കെ വിഷയം കത്തിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അത് തിരിച്ച് യൂട്ടേൺ അടിച്ച് ഇവർക്ക് തന്നെ പണി കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഒരു ത്രില്ലായി മാറിയിരിക്കാൻ തോന്നുന്നു VD സതീശന്. കാരണം ഓരോ ആഴ്ച വരുമ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാവും, അപ്പൊ തന്നെ മുഖം നോക്കാതെ, അല്ലെങ്കിൽ എന്താ പറയാ, നല്ല വെടുക്കെട്ട് ഉത്തരം കൂടി കൊടുക്കുന്നതോടുകൂടി അതങ്ങ് തീരുകയും ചെയ്യുന്നു. അങ്ങനെയല്ലേ ഉണ്ടാകുന്നത്? കുറച്ച് എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും, മുഖ്യമന്ത്രി അതിന് വ്യക്തമായ മറുപടി പറയും, മുഖ്യമന്ത്രി ഇവരെ കൺവിൻസ് ചെയ്യിക്കും, കാര്യങ്ങൾ കഴിയും. മുഖ്യമന്ത്രി പറയുമ്പോൾ ജനങ്ങൾ അത് വിശ്വാസത്തിൽ എടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ന് മുഖ്യമന്ത്രിക്ക് കഴിയുന്നുണ്ട്. ഇനി പോകെ നമുക്ക് അറിയില്ല മാറ്റങ്ങൾ വരുമോ, ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ മുഖ്യമന്ത്രി ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും നിലവാരമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഗ്രാഫ് CPM താന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.